വരൂ. ഡോക്ടർ എന്നിൽ നിന്ന് എന്തോ മറക്കുകയാണ്. പറയൂ ഡോക്ടർ. മറക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? എനിക്ക് മിസ്റ്റർ മേനോനോടും ചിലത് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. രോഗം എനിക്കല്ലേ, ചികിത്സിക്കുന്നത് എന്നെയല്ലേ. പിന്നെന്താ ഡോക്ടർ പറഞ്ഞാൽ? മിസസ് ജാനകിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മിസ്റ്റർ മേനോനുമായി സംസാരിച്ച് ചികിത്സയെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞിട്ടോ? എങ്കിലെത്ര നന്നായിരുന്നു. അദ്ദേഹത്തിന് ബിസിനസിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ സമയമുള്ളൂ. വീടിനെ പറ്റിയോ എന്റെ ചികിത്സയെ പറ്റിയോ ചിന്തിക്കാൻ എന്റെ ഭർത്താവിന് സമയം ഉണ്ടാവില്ല. ഒരുപക്ഷെ എന്റെ കാലം കഴിഞ്ഞാൽ. എന്താ ജാനു, എന്താ നീ പറയുന്നേ? എന്നോട് പറയാതെ ഓടി വരാൻ മാത്രം എന്തുണ്ടായി? വാട്ട്സ് എ ട്രബിൾ ഡോക്ടർ? ഇരിക്കൂ. ക്ഷീണം പോലെ തോന്നി, ഒരു ചെക്കപ്പിന് വേണ്ടി ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെ വെറും ക്ഷീണം തോന്നിയാൽ ജാനകി എന്നെ അറിയിക്കാതെ ഇവിടെ വരില്ല. ടെൽ മീ ഡോക്ടർ, വാട്ട്സ് ദ മാറ്റർ? മിസസ് മേനോൻ ഇവിടെ ഇരിക്കൂ. 1 മിനിറ്റ്. മിസ്റ്റർ മേനോൻ, പ്ലീസ് കം. എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അധികം നാൾ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞോ? ജാനകി? രോഗിയെ പരിശോധിച്ച് ഡോക്ടർ രോഗം മനസ്സിലാക്കുന്നു. പക്ഷെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, രോഗത്തിന്റെ സ്ഥിതി രോഗിക്ക് മനസ്സിലാവും. മാത്രമല്ല, എന്നോട് പറയാതെ അങ്ങയോട് പേഴ്സണലായി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ. നിനക്കൊന്നുമില്ല ജാനു, യു ആർ ഓൾ റൈറ്റ്. അത് ഞാനാണ്. എന്റെ മേശപ്പുറത്തുള്ള ഡയറിയിൽ മിസ്റ്റർ മൈക്കലിന്റെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ട്. ഉടനെ തന്നെ അമേരിക്കയിലേക്ക് വിളിച്ച് എനിക്ക് കണക്ഷൻ തരണം. ഞാനും ജാനകി സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു ഫോർ എ ട്രീറ്റ്മെന്റ്. ട്രാവലിംഗ് ഏജന്റിനെ വിളിച്ച് ടിക്കറ്റിനും വിസയ്ക്കും ഒക്കെ വേണ്ട ഏർപ്പാട് ചെയ്യണം. ഓക്കെ? എന്താ ജാനകി, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ഈ രോഗം വന്നത് ഒരു മഹാഭാഗ്യമായും തോന്നുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നെനിക്ക് എന്ത് സന്തോഷമായിരുന്നു. അങ്ങെനിക്ക് വേണ്ടി ആശുപത്രി വരെ വന്നു, എന്നെ അടുത്തിരുത്തി അവിടെ നിന്ന് ഇവിടം വരെ കാറിൽ കൊണ്ടുവന്നു, എന്റെ തോളത്ത് കൈവച്ച് എന്നെ പിടിച്ചു നടത്തി. ഇപ്പോ എന്നെ അമേരിക്ക വരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതൽ എനിക്ക് ഒരു ചികിത്സയും വേണ്ടി വരില്ല. എന്റെ രോഗങ്ങളെല്ലാം താനെ ഭേദാവും. ജാനു, ഇനി ഞാൻ എന്നും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വൈകിപ്പോയെങ്കിലും ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, എന്റെ തെറ്റുകൾ ഇനി ഞാൻ ആവർത്തിക്കില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നീ എനിക്ക് കൂടിയേ തീരും. നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ജാനു. മിസ്റ്റർ മേനോൻ, എത്രത്തോളം നിങ്ങൾ സൂക്ഷിച്ച് കരുതലോടെ നിങ്ങളുടെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നുവോ അത്രത്തോളം കാലം അവർക്ക് യാതൊരു ആപത്തും വരില്ല. യാതൊരു കാരണവശാലും ഉപ്പോ മുളകോ പുളിയോ മധുര പദാർത്ഥങ്ങളോ അവർ കഴിക്കരുത്. എണ്ണ തീരെയും പാടില്ല. രോഗികൾക്ക് ആർത്തി കൂടും. എത്ര അറിവുള്ളവരാണെങ്കിലും
തരം കിട്ടിയാൽ കയ്യിൽ കിട്ടിയതൊക്കെ കഴിച്ചു എന്ന് വരും. അത് ആപത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. മുതലാളി ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല, നിങ്ങളൊക്കെ കഴിച്ചോളൂ. കല്യാണി. എന്തോ? എന്തിനാ അച്ഛമ്മ? അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഉടനെ വരുമെന്ന് പറഞ്ഞ് ഓഫീസിൽ പോയി. മോൻ എവിടെ? ഉറങ്ങുന്നു. ആയ അടുത്തുണ്ട്. കൊണ്ടുവരണോ? വേണ്ട, ഉറങ്ങട്ടെ. നീ ഇങ്ങ് അടുത്ത് വാ. എന്തിനാ അച്ഛമ്മ? കുട്ടികൾക്ക് ഉടുപ്പും പാവാടയും തയ്പ്പിക്കാനാ. വാങ്ങിക്കേ. കല്യാണി, നിനക്കെന്നെ ഇഷ്ടമാണോ? അതെ അച്ഛമ്മ. എന്നാ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവരൊക്കെ പലതും പറയും, നീ അതൊന്നും കാര്യമാക്കല്ലേ. എന്താ അച്ഛമ്മ? ഞാൻ വായിക്കു രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളുകളായിന്നറിയാമോ? അയ്യോ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്കറിയാം. പാവം പേടിച്ചിട്ടാ. അത്രയ്ക്കൊന്നും പേടിക്കാനില്ലെന്നേ. നീ ഒരു കാര്യം ചെയ്യും, 2 കഷ്ണം പൊരിച്ച കോഴിയും ഒരല്പം ഉള്ളിയും മാങ്ങയും അരിഞ്ഞിട്ട് പറ്റിച്ചു വെച്ച് കുറച്ച് നെത്തോലി മീനും, പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത കത്തിരിക്ക മെഴുക്കുവരട്ടി, കായം കൂടുതലിട്ട് ഒരല്പം സാമ്പാർ. മുളകും പുളിയൊന്നും കുറച്ച് കളയരുത് കേട്ടോ. അലമാരിയിൽ കടുമാങ്ങ ഇരിപ്പുണ്ട്. പുത്തരി ചോറും ഒരല്പം തൈരും. ചെല്ല്. പിന്നെ കുറച്ച് പാൽപ്പായസം. മധുരം കുറച്ച് കളയരുത് കേട്ടോ. ചെല്ല്, വേഗം ചെല്ല്. പിന്നെ എന്റെ പേസ്റ്റും ബ്രഷും എടുക്ക്. ഞാൻ പല്ല് തേച്ച് വരുമ്പോ എല്ലാം റെഡിയായിരിക്കണം. ചെല്ല്. ഊണ് തയ്യാറായി സാർ. ഇപ്പൊ വേണ്ട. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ തരൂ. ഇതെല്ലാം എടുത്തോണ്ട് പോകും. മേലാളി വീട്ടിൽ കണ്ടുപോരും. അവളെന്തിനു വഴക്ക് പറയുന്നു? എനിക്കിന്ന് വല്ലാത്ത വിശപ്പ് തോന്നി. ഒരു നേരം കഴിച്ചൊന്നും വെച്ച് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് അവൾ ഇതൊക്കെ തയ്യാറാക്കിയതെന്നറിയാമോ? പാവം. പാവം. ഞാൻ എല്ലാരെയും വിളിച്ച് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അവൾ പാവമല്ല, പാപിയാണ്. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ. പോട്ടെന്നേ. ഒരു നേരം കഴിച്ചൊന്നും വെച്ച് ഒന്നും വരാനില്ല. വരൂ, നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം. എത്ര നാളായി ഒരുമിച്ചിരുന്ന് വായ്ക്കുരുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട്. ജാനു, നിനക്കിതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഒരു നേരം കഴിച്ചൊന്നും വെച്ച് മരിക്കാനൊന്നും പോകുന്നില്ല. നിനക്കെല്ലാം കഴിക്കാമായിരുന്നപ്പോ അതിനുള്ള നിവൃത്തി നമുക്കില്ലായിരുന്നു. ഇപ്പോ നമുക്കെല്ലാം ഉണ്ടായപ്പോ നിനക്കൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. എന്നാലും ഞാൻ വായിക്കു രുചിയായിട്ട് ഒരു നേരമെങ്കിലും കഴിച്ചിട്ടേ മരിക്കൂ. ഇല്ല ജാനു, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. നീ എനിക്ക് വേണ്ടി എന്നൊന്നും ജീവിച്ചിരിക്കണം. എനിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി, ഈ തറവാട്ടിന് വേണ്ടി. കുറച്ചു നാൾ കൂടി മതിയല്ലോ. അസുഖം ഭേദമായിട്ട് എന്തും കഴിക്കാമല്ലോ. അസുഖം ഭേദമായിട്ട് ഗോവിന്ദ, അല്പം ബാർലി വെള്ളം കൊണ്ടുവരൂ. എന്നാല് അല്പം ഉപ്പ് കൂടി ഇട്ടോളാൻ പറയാം.
തൽക്കാലത്തേക്ക് എല്ലാ വിഭവങ്ങളും ഇതിലുണ്ടെന്ന് വിശ്വസിച്ചു. ഉപ്പും മുളകും പുളിയും മധുരവുമെല്ലാം. എന്റെ ജാനുവല്ലേ, എനിക്ക് വേണ്ടി. ജാനു, ജാനു, ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നത്. നിന്റെ അമ്മയുടെ ജീവൻ ഏതാനും നിമിഷങ്ങൾ കൂടി പോലും നിലനിർത്താൻ കഴിയാതെ പോയ എന്റെ ലക്ഷ്യങ്ങൾക്ക് എന്ത് വിലയായിരുന്നതാ? എന്റെ ബിസിനസ്സും മാളികകളും സമ്പാദ്യവും എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ പണത്തിന് പുറകെ ഓടി. ആരെ സന്തോഷിപ്പിക്കാനായിരുന്നു ആ പരക്കം പാച്ചിൽ? കൊല്ലാൻ വേണ്ടി മാത്രമായിരുന്നു. 1,00,000 രൂപ നഷ്ടപ്പെട്ടാലും 10 ലക്ഷം മടക്കിയെടുക്കാൻ കഴിഞ്ഞെന്നു വരും. പക്ഷെ ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു ബുദ്ധിക്കും ഒരു കഴിവിനും ഒന്നും ചെയ്യാൻ കഴിവില്ല മോനെ. അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. നാം കെട്ടി ഉയർത്തുന്ന ഓരോ പടവുകളും നമ്മിൽ നിന്ന് തന്നെ അകറ്റുന്നു. ഇതെന്റെ അനുഭവമാണ്, നിന്റെ അച്ഛന്റെ അനുഭവം. നിനക്ക് വേണ്ടത് അതാണെങ്കിൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കാം. ഡാഡി, എന്താ മോളെ? അപ്പോ ഞങ്ങളെ തമ്മിൽ പിണങ്ങിയതും ഇറങ്ങിപ്പോകുന്നതും ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ. പക്ഷേ എന്നെ തീരുമാനിച്ചതിന് ഞാൻ എത്ര കാത്തിരുന്നു. എന്റെ മനസ്സിലെ വേദന എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? കൂടുതലൊന്നും സംസാരിക്കണ്ട. പോയി ഡ്രസ് ചെയ്ത് എന്റെ കൂടെ വാ. നാണം കെട്ട് അവിടെ കയറി ചെല്ലാൻ. സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ എന്ത് നാണക്കേടാ മോളെ. പക്ഷെ ഡാഡി, സംസാരിച്ചത് മതി. കമോൺ, ലെറ്റ് us start.